ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് നേരെ ശബ്ദമുയർത്തി അവളെ എന്തായാലും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവളെ ഞാനൊരു മുഴുഭ്രാന്തിയാക്കും. ഇതെന്താ ചേച്ചി, സൂപ്പാണോ? അതെ, ഇന്നേ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഈ വക ദുർമരണങ്ങളൊന്നും കാണാതിരിക്കണമെങ്കിൽ ഈ അംബികാവർമ്മ പറയുന്നത് യാമിനി അനുസരിക്കണം. നീ എന്ത് മര്യാദ കേടടി വിളിച്ച് പറയുന്നേ? ഞാൻ എന്റെ ആങ്ങളമാർക്ക് വിഷം കൊടുക്കുന്നു. ഇവൾക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്താ. അമ്മേ, എല്ലാവർക്കും വിഷം കൊടുത്തു. നീ വിഷമിക്കണ്ടടാ. അവള് മനഃപൂർവ്വം എന്നെ തല്ലിയതല്ലോ. മനോന്തരെ തെറ്റിട്ട് സംഭവിച്ചു പോയതല്ലേ. എന്തായാലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് അത്യാവശ്യം. നല്ല ഡോക്ടർ തന്നെയാ യാമിനെ ഇപ്പൊ ചികിത്സിക്കുന്നേ. ശരി, നീ വിഷമിക്കാതെ. ഇതൊരു മെന്റൽ പ്രോബ്ലം അല്ലേ, അത് മാറിക്കൊള്ളും. വന്നേ, വാഷ് ചെയ്യാം. കരയാതെ അമ്മ. അമ്മയ്ക്ക് എന്ത് പറ്റിയത് അമ്മ? എനിക്ക് അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല. മോള് വിഷമിക്കണ്ട, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. പിന്നെ എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇല്ല, അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നോട് പറയമ്മ. അമ്മ, അമ്പികയുണ്ടല്ലോ, അവള് പിശാച. ചെകുത്ത. അവള് കൊലപാതക.
ആരെ അവളെ കൊല്ലും. അമ്മേ, എന്റെ പൊന്നുമോള് അവളുടെ അടുത്ത് പോവല്ലേ, അവളെ കൊല്ലും. മോളെ ശേഖരേട്ടനെ പ്രതാപേട്ടനെ അവളെ കൊല്ലും. അമ്മേ, മോള് പോവല്ലേ, അവരുടെ അടുത്ത് ആരും പോവല്ലേ. അമ്മേ, അമ്മേ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു അമ്മേ. എടാ, അവൻ സേഫ് അല്ലേ? ഹ, പിന്നെ അല്ലേ, അവൻ ഇനി നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് എങ്ങും പോവില്ല. ഉഫ്, അത് മതി. എടാ, നന്നായിട്ട് ചതച്ചോ? ആ, അത്യാവശ്യത്തിന്. ആ, ചത്തുപോകത്തില്ലല്ലോ? ഏയ്, അയാള് നല്ല ഹെൽത്തിയാ, അങ്ങനെയൊന്നും ചാവത്തില്ല. ഹോ, അവനെ ഉടനെ കൊല്ലാനും പാടില്ല. അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അല്ലമ്മേ, എന്തായി അവരുടെ കാര്യം? നമുക്ക് നേരെ ശബ്ദമുയർത്തി അവളെ എന്തായാലും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവളെ ഞാനൊരു മുഴുഭ്രാന്തിയാക്കും. ഞാൻ തന്നിരിക്കുന്ന ടാബ്ലറ്റ്സ് അതുപോലെ കണ്ടിന്യൂ ചെയ്യണം. ശരി ഡോക്ടർ. എന്തിനാ ഇത്ര ടെൻഷൻ? സമാധാനമായിട്ട് കിടക്ക്. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. അമ്മ, ഒന്നുമില്ല. അമ്മ, അപ്പു, അമ്മ ടെൻഷൻ ആവല്ലേ അമ്മ. മെന്റൽ ഡിപ്രഷൻ തന്നെയാ പ്രോബ്ലം. ആ, വിഷാദരോഗമെന്നും പറയും. സാവധാനം ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും പറയാതെയും അറിയാതെ ഇരിക്കുക. ശരി ഡോക്ടർ. കൂടുതലായി യാമിനെ ആരും കാണുകയോ സംസാരിക്കുകയോ വേണ്ട. റെസ്റ്റാണിപ്പോ ആവശ്യം. നല്ല ഏകാന്തതയും. അകലേ നോവിനാലേ